ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള കർമ്മപദ്ധതികളും അതുപോലെ പ്രവർത്തന മേഖലകളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന നാളുകളാണല്ലോ ഇത്. അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതമരുളുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച് വരുന്ന സദ്വാർത്ത എന്നൊരു വിഷയം, ദൈവമാകുന്ന സദ്വാർത്തയെക്കുറിച്ച് നമ്മൾ ചില എപ്പിസോഡുകൾ ഇതിനു മുമ്പ് ചെയ്തു. ദൈവം നമുക്കുണ്ട് എന്നും അവിടെ നമ്മുടെ രക്ഷകനാണ് എന്നും ഒക്കെയുള്ള അറിവ് നമ്മളെ സംബന്ധിച്ച് വലിയ സദ്വാർത്തയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ദിവറേൽ എന്ന ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ചെയ്യുന്നത്, പരിശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം വായിച്ചൊന്ന് ധ്യാനിക്കാം. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യനോട് സംസാരിച്ചതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ എൻ്റെ മനസ്സിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തോന്നിക്കുന്ന ഒരു ചിന്ത, ബിഷപ്പ് ഫുൾട്ടൺ ജേഷിൻ അദ്ദേഹം എഴുതിയ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ യേശു എന്ന ചരിത്ര പുരുഷനെക്കുറിച്ചുള്ള, ഒപ്പം ദൈവത്തിൽ നിന്ന് വന്ന ദൈവപുത്രനായ ഈശോയെക്കുറിച്ചുള്ള വളരെ വിശദമായ ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങളുമായി ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അവിടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഇതാണ്: ചരിത്രത്തിൽ ഒത്തിരി മനുഷ്യർ ദൈവത്തിൽ നിന്ന് ആണ് വന്നത് എന്ന് പറഞ്ഞ് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർ ദൈവിക കാര്യങ്ങൾ പറയും, നല്ല കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അനവധി ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാം നമ്മൾ കേൾക്കണം. കേൾക്കുമ്പോഴും അവർ പരിഗണിക്കപ്പെടുമ്പോഴും അവർ ദൈവത്തിൽ നിന്നാണോ വന്നത് എന്ന് തെളിയിക്കപ്പെടണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ പറയുന്നത് കൊണ്ട് മാത്രം, ദൈവിക കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ദൈവത്തിൽ നിന്ന് വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ദൈവത്തിൽ നിന്ന് വന്ന തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അത് തെളിയിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തെളിയിക്കാനായിട്ട് പ്രധാനമായിട്ട് 2 ടെസ്റ്റുകളാണ് ബിഷപ്പ് പറയുന്നത്. അതിലൊന്നിതാണ് ബൈ റീസൺ, രണ്ടാമത്തേത് ബൈ ഹിസ്റ്ററി. റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ വെച്ചുകൊണ്ട് അതിനെ വിശകലനം ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് റീസണിങ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം അതാണല്ലോ. അപ്പോൾ ആ വിധത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഒരു വ്യക്തി താൻ ദൈവത്തിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ പഠിച്ച് അപഗ്രഥിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ബുദ്ധിയുടെ തലത്തിൽ തന്നെ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിന് കാരണമായിട്ട് തീരണം. ഇതാണ് അതിലൊന്നാമത്തെ കാര്യം. അതിന് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഓട്ടോമൊബൈൽ കമ്പനി പുതിയ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ഈ അവരിറക്കാൻ പോകുന്ന ആ വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ പ്രത്യേകതകളെല്ലാം ഈ വാഹനം വിപണിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അറിയിക്കും. പുതിയ ബ്രാൻഡിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഇന്നതിനൊക്കെയാണ് എന്ന് പറഞ്ഞ് അറിയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് അവരറിയിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പ്രീ അനൗൺസ്മെൻറ്റ് ദൈവത്തിൽ നിന്നാണെങ്കിൽ ദൈവത്തിൽ നിന്നുണ്ടാവും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ മനുഷ്യർ തന്നെ അത് അറിയിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എവിടെ ജനിക്കും, അദ്ദേഹം എന്ത് പഠിപ്പിക്കും, അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതികൾ എന്തെല്ലാമാണ്, അദ്ദേഹം എങ്ങനെ മരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കും. ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് റീസൺ കൊണ്ട് തിരിച്ചറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ വ്യക്തിയെ വിലയിരുത്താനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി സ്ഥിരീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കുന്നില്ലെങ്കിൽ
അത് നേരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നുണയാവും. അങ്ങനെ ഡിസീറ്റ് സംഭവിക്കാം, ആളുകൾക്ക് അങ്ങനെ ചതി പറ്റാവുന്നതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ദൈവം തന്നെ അതിനുള്ള സൂചന നൽകും എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അല്ലാതെ എനിക്കത് വെളിപ്പെടുത്തി കിട്ടി, ഞാൻ ദൈവം എന്നെ അയച്ചതാണ്, എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതാണ് എന്ന് മാത്രം പറയുമ്പോൾ അദ്ദേഹം ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ എടുക്കാനായിട്ട് എളുപ്പമല്ല എന്നാണ് അവർ പറയുക, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒരു ഡിപ്ലോമാറ്റ് മറ്റൊരു രാജ്യത്ത് വരികയാണ്. മറ്റൊരു രാജ്യത്ത് വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന ഡിപ്ലോമാറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് രാജ്യത്ത് വന്നു, ഇപ്പോൾ ഇന്ത്യയിൽ വന്നാലും ഇന്ത്യൻ ഗവൺമെൻറ് അവരോട് ചോദിക്കും എവിടെയാണ് തെളിവ്, അതിനുള്ള തെളിവ് കാണിക്കണം. തെളിവ് കാണിക്കുന്നില്ലെങ്കിൽ ഹീസ് ഫ്രോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഈ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ദൈവം തന്നെ ആ വ്യക്തിയുടെ വരവിന് മുമ്പായിട്ട് ഈ ഭൂമിയിലെ മനുഷ്യരാൽ, ദൈവാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യരാൽ വരാനിരിക്കുന്ന ആളിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകണം എന്നാണ് പറഞ്ഞു വെച്ചത്. ഇവിടെ നമ്മൾ ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഹി വാസ് പ്രീ അനൗൺസ്ഡ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ ബൈബിളിലെ ആദ്യത്തെ പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥിയിലൂടെ മോശ വരെ പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെക്കാൾ ഉന്നതനായ ഒരുവനെ ദൈവം ഉയർത്തും എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വരുന്ന ആളിനെക്കുറിച്ച് ഒരു പ്രീ അനൗൺസ്മെൻറ്റ് നടന്നിട്ടുള്ളത് ചരിത്രത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്ന മനുഷ്യൻ, ഹീ ഈസ് എ മാൻ എമംഗ് മെൻ. മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യൻ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ദൈവം ഇടപെട്ട് ആ വ്യക്തിയെ താൻ അയച്ചതാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഈ വരാനിരിക്കുന്ന രക്ഷകനായ യേശുവിനെ കുറിച്ചുള്ള പ്രൊഫസീസ്, പ്രവചനങ്ങൾ അനവധിയാണ്. പ്രത്യേകിച്ച് യേശയ്യാ പ്രവാചകൻ്റെയൊക്കെ പുസ്തകത്തിൽ വരാനിരിക്കുന്ന രക്ഷകൻ ഏറ്റെടുക്കാൻ പോകുന്ന പങ്കപ്പാടുകളെക്കുറിച്ചും പീഡകളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരിടത്തോ രണ്ടിടത്തോ അല്ല, പഴയ നിയമത്തിൽ ഉടനീളം വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള ഒരു ഊന്നലാണ് നൽകപ്പെടുക. അങ്ങനെ ഈശോ ഈ ഭൂമിയിൽ വന്നിട്ട് ഈ ചരിത്രത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രൊഫസീസിൽ തന്നെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറ്റി. അത് നിറവേറ്റുക എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നിറവേറ്റിയതല്ല, എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നിറവേറണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. കാരണം തൻ്റെ തന്നെ നിയന്ത്രണത്തിലല്ലാത്തപ്പോഴും അത് നിറവേറുകയായിരുന്നു, എല്ലാം നിറവേറുകയായിരുന്നു. അത് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ അങ്ങനെയാണ്. കാരണം ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരാ ശത്രുക്കളാണല്ലോ തീരുമാനിക്കുന്ന ഈ മനുഷ്യനോട് എന്ത് ചെയ്യണം. പ്രവചനത്തിൽ എന്തെല്ലാം എഴുതിയോ അതെല്ലാം അവനിൽ കരഗതമാവുകയായിരുന്നു, അതിൻ്റെ പൂർണ്ണതയിൽ കരഗതമാവുകയായിരുന്നു. പിന്നീട് വന്ന ആ കാലഘട്ടങ്ങൾക്ക് ശേഷം വന്ന പല ടെസ്റ്റിമണികളിലും അതിനു മുമ്പുണ്ടായിരുന്ന ടെസ്റ്റിമണികളിലും എല്ലാം രക്ഷകനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഈ പഴയ നിയമത്തിൽ ആ കാലഘട്ടത്തിൽ പ്രീ ജീസസ് ഹിസ്റ്ററിയിൽ യേശുവിൻ്റെ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അത് പൂർത്തിയാക്കുന്ന വ്യക്തിയാണ് ഈശോ എന്ന് ഈശോയുടെ ജീവിതം കൊണ്ട് ഈശോ തെളിയിക്കുകയാണ്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് കടക്കും. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ വെളിപ്പെട്ട ദൈവത്തിൽ നിന്ന് വന്ന പുത്രനായ ഈശോയുടെ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.